അടിക്കടി കൂടുന്ന വിമാന ടിക്കറ്റ് നിരക്ക് യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാറുള്ളത്. തിരക്കേറിയ സീസണുകളിൽ 2-3 ഇരട്ടി അധിക നിരക്ക് വിമാന കമ്പനികൾ ഈടാക്കുന്നു. ഈ തീവെട്ടിക്കൊള്ളക്കെതിരെ നടപടി വേണമെന്ന് ദീർഘകാലമായി പ്രവാസി സമൂഹം ആവശ്യപ്പെടാറുമുണ്ട്. ഇപ്പോഴിതാ ഈ അവസ്ഥയ്ക്ക് പൂർണ്ണമായി അല്ലെങ്കിലും നേരിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. വിമാന കമ്പനികൾക്ക് 24 മണിക്കൂർ മുൻപ് വരെ ടിക്കറ്റ് നിരക്ക് മാറ്റാം എന്നതാണ് നിലവിലെ നിയമം. എന്നാൽ ഈ വ്യവസ്ഥ ഒഴിവാക്കിയതായി കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി കെ രാംമോഹൻ നായിഡു കഴിഞ്ഞ ദിവസം രാജ്യസഭയെ അറിയിച്ചു. ഇതടക്കമുള്ള ഭേദഗതികൾ അടങ്ങുന്ന വായുയാൻ വിധേയക് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബില്ല് രാജ്യസഭ പാസാക്കി. 90 വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് നിയമത്തിനു പകരമായാണ് ഭാരതീയ വായുയാൻ വിധേയക് ബിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും ഉൾക്കൊണ്ടാണ് ബില്ലിന് ഭാരതീയ വായുയാൻ വിധേയക് എന്ന പേര് നൽകിയത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത്. വ്യാജ ഭീഷണി ഉണ്ടായാൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. വിമാന ടിക്കറ്റ് നിരക്ക് നിരീക്ഷിക്കാൻ വ്യോമയാന മന്ത്രാലയത്തിന് കൃത്യമായ സംവിധാനമുണ്ട്. ഇനി മുതൽ നിരക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ 1 മാസം മുൻപ് DGCA അറിയിക്കണം. 2010 സർക്കുലർ പ്രകാരമാണ് 24 മണിക്കൂർ സമയപരിധി വെച്ചത്. ഈ നിയമം മാറുന്നത് യാത്രക്കാർക്ക് വലിയ അനുഗ്രഹമായി മാറും. തിരക്ക് മുന്നിൽ കണ്ട് നിരക്ക് കൂട്ടുന്ന വിമാന കമ്പനികളുടെ നീക്കങ്ങൾക്ക് പുതിയ ഭേദഗതി തടയിടും. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിമാന നിരക്ക് നിയന്ത്രണം ഇല്ലാതാക്കിയതാണ്. വിമാന നിരക്കിന്റെ 45% ഇന്ധനത്തിനാണ് ചിലവഴിക്കുന്നത്. വാറ്റ് നിരക്ക് കൂട്ടുന്ന സംസ്ഥാന സർക്കാരുകളുടെ നടപടിയും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളും വാറ്റ് 4% താഴെയാക്കിയിട്ടുണ്ട്. എന്നാൽ പശ്ചിമ ബംഗാൾ, ഡൽഹി, തമിഴ്നാട് സർക്കാരുകൾ കുറയ്ക്കാത്തത് ടിക്കറ്റ് നിരക്ക് വർധനവിന് കാരണമാകുന്നു. എല്ലാവരും നിരക്ക് കുറയ്ക്കണം. തുടക്കത്തിൽ നഷ്ടമുണ്ടാകുമെങ്കിലും വരുമാനം വ്യോമയാന മേഖലയിൽ തിരക്ക് വർദ്ധിക്കുന്നതോടെ വരുമാനം കൂടുമെന്നും മന്ത്രി കെ രാംമോഹൻ കൂട്ടിച്ചേർത്തു. അദാനി ഗ്രൂപ്പിന് രാജ്യത്തെ 6 വിമാനത്താവളങ്ങൾ പാട്ടത്തിന് നൽകിയതായും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ലക്നൌ, അഹമ്മദാബാദ്, മംഗളൂരു, ജയ്പൂർ, ഗുവാഹത്തി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അദാനി ഗ്രൂപ്പിന് നടത്തിപ്പിനായി കൈമാറിയിരിക്കുന്നത്. സമഗ്രവും സുതാര്യവുമായ പ്രക്രിയയിലൂടെയാണ് വിമാനത്താവളങ്ങൾ പാട്ടത്തിന് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. സത്യത്തിൽ പ്രവാസികൾ നാട്ടിലേക്ക് പോകാൻ തിരക്കു കൂട്ടുന്ന ഏതൊരു വേളയിലും അവർക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് ടിക്കറ്റ് നിരക്ക് തന്നെയായിരിക്കും. കേരളത്തിലേക്ക് ആഘോഷവേളകളിൽ ആണെങ്കിലും അല്ലാത്തപ്പോഴും ഏറ്റവും കൂടുതൽ പ്രവാസികൾ വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. വർഷങ്ങളായി ഉത്സവ സീസണുകളിൽ നാടണയാൻ കാത്തിരിക്കുന്ന പ്രവാസികളെ പിഴിയാൻ അതേപോലെ കാത്തിരിക്കുന്ന കൂട്ടരാണ് വിമാന കമ്പനികൾ. ഇക്കാര്യത്തിൽ കമ്പനികൾ ഒട്ടും തന്നെ ദയ കാണിക്കാറില്ല. ആവശ്യക്കാരന് ഔചിത്യമില്ലാത്തതിനാൽ നാട്ടിലേക്ക് പോകാൻ എത്ര വില കൊടുത്തും പ്രവാസികൾ തയ്യാറാകും. ഈ വൈകാരികത മുതലെടുത്താണ് കമ്പനികൾ ടിക്കറ്റ് റേറ്റിൽ വൻ വർധനവ് നടപ്പാക്കുന്നത്. ഇത്തവണയും പതിവ് പോലെ ടിക്കറ്റ് നിരക്കിൽ ഭീമമായ വർധനവാണ് കമ്പനികൾ വരുത്തിയിരിക്കുന്നത്. ചെറിയ വർധനവൊന്നുമല്ല നിരക്കുകളിൽ വരുത്തിയത്. ക്രിസ്തുമസ്, ന്യൂ ഇയർ സീസണിലെ തിരക്ക് കണക്കിലെടുത്ത് ഏതാണ്ട് 3 ഇരട്ടിയോളം വർധനവാണ് വിമാന ടിക്കറ്റ് നിരക്കിൽ ഉണ്ടായിരിക്കുന്നത്. UAE, സൗദി, ഖത്തർ തുടങ്ങിയ പ്രമുഖ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര ദുഷ്കരമാക്കിക്കൊണ്ടാണ് വില വർധനവ് ഭീഷണിയാകുന്നത്. ഏതായാലും വിമാന കമ്പനികളുടെ ഈ കൊള്ളയ്ക്ക് പൂട്ട് വീണിരിക്കുകയാണിപ്പോൾ.